പ്ലാച്ചി പോയിന്ന് വിചാരിക്കണ്ട, പ്ലാച്ചി തിരിച്ചു വരും. തിരിച്ചു വരും, ഉറപ്പാണ്. ഏഷ്യാനെറ്റിലെ ഒരു ഞാൻ സ്റ്റോറി കണ്ടായിരുന്നല്ലോ, സ്റ്റോറി അല്ല റീലോ, സ്റ്റോറിയും കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലാച്ചി തിരിച്ചു വരും കേട്ടോ, എന്തായാലും വരും. അത് പോയിട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ മേളിൽ കിടന്ന് കരഞ്ഞു അനുമോള് കുറച്ചു നേരം, വളരെ കുറച്ചു നേരം കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി അത് നെഗറ്റീവാണ് പുറത്തുനിന്നുള്ള മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങ് വിട്ട് പോണേയും പോട്ടേന്ന് വെച്ചിട്ടായിരിക്കും വിട്ടുണ്ടാവും. ഇനി അതിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് പിന്നെയും ബിഗ് ബോസ് കളിപ്പിക്കുന്നെങ്കിലുണ്ടല്ലോ, ശോചനീയ അവസ്ഥ കേട്ടോ. ഇനി അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബിഗ് ബോസ് ടീമിനെ പറയാനേ പറ്റുള്ളൂ. എന്തിനാ അവരെ പറയുന്നത്? നിങ്ങൾ തന്നെയാണ് അപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കണ്ടന്റ് വരുന്നതൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ടിടുന്നല്ലേ, അപ്പൊ നമുക്ക് അതേ പറയാൻ പറ്റും. അപ്പം അങ്ങനെ തന്നെ നമ്മളിങ്ങനെ ഈ സീസൺ അങ്ങ് പോട്ടേന്ന് വെക്കാം, അടുത്ത സീസൺ അങ്ങ് നന്നാവുന്ന വിചാരിക്കാം, അത്ര തന്നെ. പിന്നെ കണ്ടസ്റ്റൻസ് 5 സ്റ്റാർ ഹോട്ടൽ എങ്ങനെ കളിച്ചു കണ്ടസ്റ്റൻസ്? എനിക്ക് ചുരുക്കി പറഞ്ഞാൽ വളരെ മോശം. ഇതുവരെ കണ്ടിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽസിൽ ഏറ്റവും മോശമായിട്ട് കളിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ഈ ഫസ്റ്റ് ഡേ മോശമായിട്ട് കണ്ടസ്റ്റൻസ് കളിച്ചിട്ടുള്ളൂ. അതായത് ഭയങ്കര ലഹള, ഒരു ഓർഗനൈസ്ഡ് അല്ല. ഓർഗനൈസ്ഡ് കാര്യമൊന്നും അവരോട് പറയണ്ടല്ലോ, ഒരു കാര്യത്തിൽ ഓർഗനൈസ്ഡ് അല്ല. ഒരു ഗെയിമും ഞാൻ ഇതുവരെ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് കണ്ടിട്ടില്ല. എന്തിന് എല്ലാം എന്തിന് ആ കിച്ചൺ കിടക്കുന്ന വൃത്തികെട്ട കിച്ചൺ, എന്റെ ദൈവമേ, ഇത്ര വൃത്തികേടായിട്ട് പാത്രങ്ങൾ ഇട്ട് കിടക്കുന്ന കിച്ചൺ, ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ പോലും അവർക്കത് കഴുകി വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്ത് പറയാനാണ്? അപ്പൊ ഇത്ര അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉള്ള ഷോയിൽ 5 സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെ ഇരിക്കൂ? ഇതായിരിക്കും 5 സ്റ്റാർ ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇനിയെങ്കിലും എന്റെ ബിഗ് ബോസേ, പ്ലീസ്, എനിക്ക് അറിഞ്ഞൂടാ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? പകുതി ഷോ ആയി, അപ്പോഴാണ് ഇവരുടെ തനി സ്വരൂപം ഇതന്നെയാണെന്ന് മനസ്സിലാവുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, സഹിക്കുക തന്നെ. അപ്പം കുറച്ചു പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം ആരൊക്കെയാന്ന്. എനിക്ക് തോന്നിയ ലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സത്യമായിട്ട് ലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനീഷ്, ഷാനവാസ്, പിന്നെ അക്ബർ, പിന്നെ അനു അല്ലല്ലോ, അനു കുഴപ്പമില്ലാതെ ചെയ്തു. നൂറയും അഭിലാഷും, അവരൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ആ ഒരു പൊസിഷൻ, ഇപ്പൊ ജെനിറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ ഇങ്ങനെ കിടന്ന് അവിടെ കിടന്ന് ഉണ്ടാക്കുമോ? ഇല്ല, അവര് ആ പൊസിഷനിൽ നിൽക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചു പേര് മാത്രം ക്യാരക്ടറിൽ നിൽക്കുന്നു, ബാക്കി എല്ലാവരും എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്താ. അപ്പം ഇവർക്ക് പൊതുവെ ഇവര് എല്ലാ ടാസ്കിലും പരാജയമാണ് കേട്ടോ. ഈ സീസൺ മൊത്തം ഒരു വലിയ പരാജയം. ടാസ്ക് കൊടുത്താൽ അവർ പരാജയം, വല്ല ബലൂൺ പൊട്ടിക്കലൊക്കെ കൊടുക്കുക, അവർ പിന്നെയും ചെയ്യും. അല്ലെങ്കിൽ ഒട്ടിക്കലോ അങ്ങനെയൊക്കെ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. ഇവർക്ക് ഇങ്ങനത്തെ ടാസ്ക് ഒന്നും കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് തന്നെ ലഹള, ഫുഡിന്റെ അവിടെ ഒച്ച, ഇതിന്റെ അവിടെ ഒച്ച, ഗസ്റ്റ് വന്നിരിക്കുമ്പം ഇവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല, വൃത്തിയാക്കി ഇടാൻ അറിയത്തില്ല. അപ്പം അതൊക്കെ അങ്ങനെ ഇരിക്കൂ, ഇവരങ്ങനെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൽ മെയിൻ കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയെന്ന് ഞാൻ പറയാം. ആദിലയും ആര്യനും അവർക്ക് വേറെ ടാസ്ക് ഒന്നുമില്ല, അവർ കുറച്ച് ഫ്രീ ആണ് കേട്ടോ. അവർക്ക് കുറച്ചും കൂടി കണ്ടന്റ് ഒക്കെ ഇടാൻ പറ്റുന്നൊരു ഗുണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റോങ് ആയി പോയെന്നാ വിചാരിക്കുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിനെ വേറെ ആരെങ്കിലും ഇടാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും ഇട്ടാലും കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യും. ആരാ ചെയ്യാനല്ലേ? ആരുമില്ല, തന്നെ വേദം. അങ്ങനെ ഒരുപക്ഷെ നൂറിനിട്ട നൂറ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്താലെന്ന് എനിക്ക് തോന്നുന്നു. നൂറ് ചിലപ്പോൾ കുറച്ചു. എന്തായാലും ആദിലയും ആര്യനും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. അവർ തമ്മിൽ ശരിക്കും ഒന്നുമില്ല, അവർ കാണാനൊന്നുമില്ല, കണ്ടന്റ് കൊണ്ടൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ നടക്കുന്നു. പിന്നെ അനുമോള് മാനേജറായിട്ട് പുള്ളിക്കാരെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് മാനേജറിന്റെ ജോലി എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ജോബ് ചെയ്യിപ്പിക്കലാണ് മാനേജറിന്റെ ജോലി അല്ലേ. അത് കുറച്ചൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ബിഗ് ബോസിന് പല പ്രാവശ്യം അവരോട് വിളിച്ചിട്ട് പറയേണ്ടി വരുന്നു, നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി കളിക്കൂ, എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അല്ലേ. ഇത്ര നാളുകൾ, എത്ര ബിഗ് ബോസ് കഴിഞ്ഞു, എന്നിട്ടാണ് ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. എന്താ പറയാ അവര്. എന്തായാലും ഷെഫൊക്കെ ആയിട്ട് കുറെ പേര് നിൽപ്പുണ്ടായിരുന്നു. കുറെ പേര് ഫുഡ് ഉണ്ടാക്കുന്നതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഫുഡ് തികഞ്ഞില്ല ലാസ്റ്റ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പൊ ഇതില് എനിക്ക് കുറച്ച് നന്നായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ആൾക്കാരാണ് ലക്ഷ്മി, ഷാനവാസ്, നമ്മുടെ അനീഷ്, അക്ബർ, നൂറ, അഭിലാഷ്, ഇവരൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്ത പോലെ തോന്നി. പിന്നെ സാബുമാൻ എനിക്ക് എടുത്ത് പറയാൻ തോന്നി കേട്ടോ, പാവം തോന്നി ശരിക്കും. ഞാൻ പറയാലോ, ആദ്യമൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ടാണെങ്കിലും പുള്ളിക്കാരന് പുറത്ത് നിൽക്കണം. എത്ര നേരം ആ ചൂടത്തല്ലേ നിൽക്കുക, നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാവം തോന്നി. പിന്നെ 5 മിനിറ്റുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പവർ പോവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും സങ്കടം തോന്നി. എന്നാലും പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പൊ പുള്ളിക്കാരന്റെ പേര് എനിക്ക് എടുത്ത് പറയേണ്ടി വരും. എന്തെങ്കിലും ചെയ്യണം. ആദ്യത്തെ ഭാഗം ചെയ്തില്ല, പിന്നെയാണ് എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ലാസ്റ്റ് എങ്കിലും ആ ചൂടത്ത് പോയി നിൽക്കാൻ ഞാൻ പാട് തന്നെയാണ്, അത് സംശയമില്ല.
ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാലഞ്ചസിനെ കുറിച്ച് പറയാം. ചാലഞ്ചസ് നമ്മുടെ ലക്ഷ്മിയും ചാലഞ്ചസ് നമ്മുടെ ശോഭയും ഷിയാസ് കരീമാണല്ലോ. ഇവരായിരുന്നു ചാലഞ്ചസ്. അപ്പം ചാലഞ്ചസ് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ശോഭ കുറച്ചൊക്കെ ചാലഞ്ച് ചെയ്യാനാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടോർച്ചറിങ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും പലർക്കും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ധൈര്യത്തോടെ ചെയ്യാൻ പറ്റണം. ശോഭയ്ക്കുള്ള ധൈര്യമൊന്നും വേറെ ആർക്കും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാവരും നെഗറ്റീവോ മേടിച്ചിട്ടൊന്നും ചെയ്യില്ല. ശോഭ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനീഷിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അത് മേക്കപ്പ് സന്തോഷത്തോടെ അന്നേരം ചെയ്തു കേട്ടോ. അത് വലിയ ഇച്ചിരി പ്രശ്നം ഉണ്ടാവും, ആർക്കാരും ഇഷ്ടാവില്ലല്ലോ. പക്ഷെ അന്നേരം ഒന്നും ചെയ്തില്ല. കാരണം പുള്ളിക്കാരനും അനീഷിനും അക്ബറിനും ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഉണ്ടല്ലോ, നമ്മുടെ നോമിനേഷൻ ആവാതിരിക്കാനും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടല്ലോ. നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അനീഷിന്, അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ഈ രണ്ടിന്നും മോചനം കിട്ടും. ഓക്കെ, കൂടുതൽ സ്റ്റാർസ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ആരെ പ്രീതിപ്പെടുത്തണം? നമ്മുടെ വന്നിരിക്കുന്ന ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ടാസ്ക്. അപ്പം നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ മാക്സിമം സ്റ്റാർസ് വാങ്ങിക്കാൻ നോക്കുക. അതാണ് ഗെയിം. അപ്പം അതാണ് അവിടെ അനീഷ് മിണ്ടാതിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ശോഭ അത് കഴിഞ്ഞു. ആ ഫണ്ണൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ GM ആയിട്ടുള്ള ലക്ഷ്മിക്കും ആദിലയ്ക്കും ആര്യനും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിയിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് കുറച്ച് മെയിൻ കാര്യങ്ങൾ. പിന്നെ സ്റ്റാർസ് കൂടുതൽ കിട്ടുന്നവർക്ക് അതനുസരിച്ച് ക്യാപ്റ്റൻസിയിലേക്കും പിന്നെ എന്താണ് ഇതിലേക്കും കുറവ് കിട്ടുന്നവർക്ക് ജയിലിൽ കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ എടുത്തറിഞ്ഞാണ് സംഭവം. അവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം അവിടെ നടന്നത്. വലിയ സംഭവമായിട്ടൊക്കെ അനു വന്നു. പക്ഷെ അനുവിന് മനസ്സിലായത് നെഗറ്റീവ് ആണെന്ന്. അനു അപ്പം തന്നെ ഗെയിം മാറ്റിട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗെയിം മാറ്റി. ഇനി അനുവിന് പിന്നെയും കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുമെന്നുള്ള കൊടുക്കണം. കണ്ടന്റ് ഇല്ലാതെ ആകുമ്പോൾ ആ കുട്ടൻ വന്നോളും പ്ലാച്ചി. അതിനെ വെച്ച് എങ്കിലും കണ്ടന്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അനുവിൻ്റെ കരച്ചിലെങ്കിലും കാണിക്കാമല്ലോ ഏഷ്യാനെറ്റിന്, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആദില നൂറയുടെ പ്രപ്പോസൽ വന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്കിട്ടൊരു കൊട്ടായിട്ടാണ് നമ്മുടെ ശോഭ ചെയ്യുന്നത്. ആക്ച്വലി അത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ലക്ഷ്മിക്കിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, അവരെന്തോ ആയിക്കോട്ടെ, അവരെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കെ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടാൽ മതി. നമ്മൾ പറയേണ്ട പോയിന്റ് പറയാ, പിന്നെ അവർ നമ്മൾ ചൊറിയാൻ വരരുത്. അങ്ങനത്തെ ചിന്താഗതി മാത്രം വെച്ചാൽ മതി. അത് വേറെ ആൾക്കാർ ചൊറിയാൻ വരാ, നമ്മുടെ അഭിപ്രായം പറയാൻ വരാ. അങ്ങനെ അപ്പോൾ അവർ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അഭിപ്രായം പറയും, അല്ലേ? അങ്ങനെയുള്ളൂ. ബാക്കിയുള്ളവർ എന്താ ആക്സെപ്റ്റ് ചെയ്യണം, ബാക്കിയുള്ളവർ എന്തൊക്കെ ശരി കാണണം തെറ്റ് കാണണം എന്ന് അവർ തീരുമാനിക്കാൻ നിൽക്കരുത്. അത്രയേ ഉള്ളൂ നമ്മുടെ പോയിന്റ്. അപ്പോൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അതങ്ങ് വിട്ടുകളയുക. അത്രയേ ഉള്ളൂ. ലക്ഷ്മി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. എപ്പോഴെങ്കിലും പുള്ളിക്കാരിക്ക് മാറണം തോന്നുന്നു മാറുമായിരിക്കും, അല്ലെങ്കിൽ മാറില്ലായിരിക്കാം. അത് കുഴപ്പമില്ല. പുള്ളിക്കാരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്, വിട്ടാൽ മതി. ഇങ്ങനെയും കുറച്ച് ആൾക്കാർ വേണ്ടേ? അങ്ങനെയും വേണമല്ലോ, അങ്ങനെയാണല്ലോ കൂടുതലും, അല്ലേ? അപ്പം അത് ശോഭ എടുത്തിട്ട് കുറേ ആക്കുമ്പം നമ്മൾ ഒരുപാട് ആക്കുമ്പോണ്ടല്ലോ, അത് ഒരുപാട് നമുക്ക് തന്നെ ഇതായിട്ട് തോന്നും. എന്തിനാ അതിൻ്റെ പുറകെ നടക്കുന്നത്? അതിനാവശ്യം എന്താ? അത് ലാലേട്ടൻ പറയേണ്ട രീതിക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. ഇനി അതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അതിൽ കൂടുതൽ ലക്ഷ്മി കിട്ടാനൊന്നുമില്ല. അപ്പം അത് ഹിസ്റ്ററി മൊത്തം നടക്കും. പുള്ളിക്കാരുടെ ജന്മം, ഈ ജീവിതം മുഴുവൻ പുള്ളിക്കാരുടെ ലൈഫിൽ അത് കിടക്കും. എവിടെ? ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ കിടക്കും. അപ്പം പിന്നെ അതിൽ കൂടുതൽ എന്താണ്? വേറൊന്നുമില്ല. പിന്നെ വന്നത് നമ്മുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോറടിക്കുമായിരുന്നു. ഒരു കണ്ടന്റും കൊടുക്കാത്ത കണ്ടസ്റ്റൻസ് എനിക്കതേ പറയാനുള്ളൂ. പിന്നെ കുറേ സ്റ്റാർസ് കിട്ടി, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെയാണ് നമ്മൾ അനീഷിന് സ്റ്റാർ കിട്ടിയില്ല. സ്റ്റാർ കിട്ടാതായപ്പോൾ അനീഷ് തുടങ്ങി. അനീഷിൻ്റെ ഞാൻ പറയട്ടെ, അനീഷ് ശരിക്കും തുടങ്ങിയത് സ്റ്റാർ കിട്ടാത്ത പ്രശ്നം വെച്ചിട്ടാണ് അനീഷ് തുടങ്ങിയത്. ഇനി ഞാൻ പറയാം, ബിഗ് ബോസ് ലവേഴ്സിന് മാത്രമുള്ളതാണ് കേട്ടോ ഇത്, അല്ലാതെ ഫാൻ ബേസ്ഡ് ഞാൻ പറയുന്നതല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് ഫോർ ബിഗ് ബോസ് പീപ്പിൾ ആൻഡ് ബിഗ് ബോസ് ലവേഴ്സ്. ഓക്കെ, സോ അനീഷിന്റെ ഗെയിമാണ് ഞാൻ പറയുന്നത്. അനീഷ് ഇന്ന് ഗെയിം കളിച്ചു, ശരിക്കും ഗെയിം കളിച്ചാണ് അനീഷ്. അനീഷിന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നും കുഴപ്പമില്ല. കാരണം സ്റ്റാർ കിട്ടുമല്ലോ. സ്റ്റാർ കിട്ടുവാണെങ്കിൽ അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടും. അപ്പം അനീഷ് അതിന് വേണ്ടിയിട്ടാണ് ശോഭയോടൊക്കെ അത് കംഫർട്ടബിൾ അത്ര ഒന്നും ആയിരിക്കില്ല, ആർക്കും ഇഷ്ടമായിരിക്കില്ലല്ലോ മേക്കപ്പ് ഇടാനും. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് മേക്കപ്പ് ഇട്ടൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അനീഷൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അതുകൊട്ടെ, അവർ റെഡിയാകുമ്പോൾ കുറച്ചൊക്കെ അവിടെയൊക്കെ ചുമന്നൊക്കെ എടുക്കാറുണ്ട്, അത് വിട്. അപ്പം എന്തോ ആയിക്കോട്ടെ. അപ്പോൾ പുള്ളിക്കാരനെ ഇത് ചെയ്യാൻ കാരണം ഈ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർ കിട്ടാൻ വേണ്ടി ചെയ്തിട്ട്
കിട്ടിയില്ല. ലാസ്റ്റ് ആയപ്പോൾ 1 സ്റ്റാറേ കിട്ടിയുള്ളൂ. അപ്പോൾ 2 റൗണ്ടിലായിട്ട് 1 സ്റ്റാർ അപ്പോൾ 2 സ്റ്റാറേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടിയ ആൾക്കാരുണ്ട്. ജിസിലിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ജിസിലിനൊക്കെ 2 സ്റ്റാർ കൊടുക്കണമായിരുന്നു. ഒരു കണ്ടന്റും ചെയ്യാത്തില്ല. ജിസിലൊന്നും അവിടെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്കൊന്നും കണ്ടതൊന്നും മനസ്സിലായില്ല. അപ്പം എന്തോ ആയിക്കോട്ടെ. അപ്പം ഇത് പ്രതീക്ഷിച്ചാണ് പുള്ളിക്കാരൻ ഒന്നും ചെയ്യാതിരുന്നത്, ഒന്നും പറയാതിരുന്നത്. പക്ഷെ കിട്ടാതായപ്പോൾ വിഷമമായപ്പം പുള്ളിക്കാരൻ പ്രഷറിലിരുന്നു. ഓക്കെ, ഗുഡ്. അത് നല്ലതാണ്. അങ്ങനെയാണല്ലോ ഒരു ഓഫീസ് സ്ഥലത്ത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ അധികാരിയോടാണ് അത് കാണിക്കുക പ്രതിഷേധം. പ്രതിഷേധിച്ച് അതുവരെ ഈ ഈ സംഭവം മേക്കപ്പിൻ്റെ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് സ്റ്റാറിൻ്റെ സംഭവമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറേശ്ശെ മേക്കപ്പിൻ്റെ സംഭവത്തിലേക്ക് പോയി അതങ്ങനെ എസ്കലേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ശോഭയുടെ ഇതിലേക്ക് വന്നു. അത് ശോഭയുടെ ഇതിലേക്ക് വന്നതാണ് ആ സംഭവം. വന്നു കഴിഞ്ഞപ്പം പിന്നെ അത് കേസ് മാറുമല്ലോ. അതാണ് അവിടെ അനീഷ് കളിച്ച ഗെയിം. അനീഷിൻ്റെ ഗെയിമാണത്. സംശയം എന്താ? അത് അനീഷ് ശോഭയെ കൊണ്ട് ശോഭ വീണുപോയില്ലേ? ശോഭയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നില്ലേ അവസാനം? അത് അനീഷിൻ്റെ ഗെയിമാണ്. ശോഭ പെട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം അനീഷ് അവിടെ ഗെയിം കളിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, ശോഭ സ്റ്റാർ കൊടുത്തിരുന്നെങ്കിൽ അനീഷ് ഒന്നുമേ മിണ്ടില്ലായിരുന്നു. 2 സ്റ്റാർ കൊടുത്തു. ഇപ്പം അനീഷിന് 4 സ്റ്റാർ. നീ ഇത് ചെയ്താൻ സമ്മതിച്ചില്ലേ? അത് കൊടുക്കണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നീ ഇത് ചെയ്യാൻ സമ്മതിച്ചല്ലോ മേക്കപ്പ്, അതുകൊണ്ട് നിനക്ക് 2 സ്റ്റാർ എക്സ്ട്രാ തരുമെന്ന് പറഞ്ഞിട്ട് ശോഭ കൊടുപ്പിച്ചിരുന്നെങ്കിൽ അവിടെ അനീഷ് അല്ലെങ്കിൽ 1 സ്റ്റാർ എക്സ്ട്രാ കൊടുത്തിരുന്നെങ്കിൽ അനീഷ് അവിടെ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ അനീഷിൻ്റെ ഗെയിമാണത്. ഓക്കെ, അപ്പോൾ ഇതാ ഗെയിമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ അനുമോളെ കൊണ്ടും ചെയ്യിപ്പിച്ചു. പറയുമ്പോൾ രണ്ടും പറയണോ, അനുമോൾ അവിടെ അത് ഗെയിം ആക്കിയില്ല. അനുമോൾ അത് സ്പോർട്ടീവ്ലി എടുത്തു. അതിനും ഞാൻ നല്ല ഹാറ്റ്സ് ഓഫ് കൊടുക്കുന്നു. കാരണം അനുമോൾക്ക് വേറെ എക്സ്ട്രാ കിട്ടിയോണ്ട് ഇപ്പം നോമിനേഷൻ പവർ തിരിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി അത് സാധാരണ രീതിയിൽ കൊണ്ടുപോയി. അനീഷിനത് നോമിനേഷൻ പവറും അങ്ങനത്തെ സംഭവങ്ങൾ അനീഷിന് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. അത് സോൾവ് ചെയ്യാൻ കിട്ടുന്നൊരു സന്ദർഭമല്ലേ, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കില്ലേ, അതാണ് അനീഷിനോട് ഇതായത്. അപ്പോൾ ഇതാണ് അനീഷിൻ്റെ ഗെയിം. ഓക്കെ, അനുമോളുടെ ഗെയിം വേറെ കുഴപ്പമില്ല. അനുമോളിൽ അതോടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ വിചാരിച്ചു കുറേ കഴിയുമ്പോൾ ഇരുന്ന് കരയുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതുവരെ പ്രശ്നം ഉണ്ടാക്കില്ല. നാളെ വരുമെന്നൊന്നും അറിയില്ല കേട്ടോ. അനീഷ് ചെയ്യുന്ന കണ്ടിട്ട് നാളെ വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ അത് സോൾവായി. അപ്പോൾ ഇതാണ് മെയിൻ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ ആദിലേക്കുള്ള പവർ. ആദിലേക്ക് ഒരു പവർ കിട്ടിയല്ലോ. ആ പവർ വെച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം GMനേക്കാളും കൂടുതൽ ആ പുള്ളിക്കാരിക്ക് അതോറിറ്റി ഉണ്ട് ഇനി ഡിസിഷൻ എടുക്കാൻ. അപ്പം അത് വെച്ചിട്ട് ഇനി കൂടുതൽ സ്റ്റാർസ് ആർക്ക് കൊടുക്കണം എന്ന് ആദിലേക്ക് തീരുമാനിക്കാമെങ്കിൽ നൂറുടെയിൽ കൂടുതൽ സ്റ്റാർസ് വരാൻ സാധ്യതയില്ലേ? അതിലേക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം മുകളിൽ. അപ്പോൾ ഷാനവാസ് രക്ഷപ്പെട്ടോ? അങ്ങനെ ചില ഗെയിം ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആദിലവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണറിൻ്റെ മോളാണല്ലോ. ഓണറിൻ്റെ മോള് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല പവറുണ്ട്. എന്താണ്, ഓണറിൻ്റെ മോളല്ലേ. അപ്പോൾ അവർ പക്ഷെ അത് കൊടുക്കാത്തതുകൊണ്ടാണ് അതിൽ ഈ സംഭവം കിട്ടിയപ്പം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിൽ ചെയ്തത്. അത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റേ ശോഭയുടെ കേസും ശോഭ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചോദിച്ച് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചലഞ്ചേഴ്സ് വന്നിട്ട് അവർ ശോഭയ്ക്ക് കരഞ്ഞുകൊണ്ടൊരവസ്ഥയായി. അത് അനീഷ് വരുത്തി വെച്ച് അത് അനീഷിൻ്റെ ഗെയിം. അതാണ് അനീഷിൻ്റെ ഗെയിം. ഓക്കെ, ഫൈൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ BB+ൽ നമ്മുടെ ഷാനവാസിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ ഷാനവാസിൻ്റെ കാര്യമാണ്. അതിൽ അനീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്നോട് പലരും വന്ന് പറഞ്ഞു ഷാനവാസ് അതാണ് ഇതാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാത്ത കാര്യത്തെക്കുറിച്ച് എനിക്ക് ഷാനവാസിനെ എങ്ങനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒനിയിൽ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടതാണ് കേട്ടോ. ഒനിയിലിന് ഇതേ സന്ദർഭം വന്നപ്പം ഒനിയിൽ രക്ഷപ്പെട്ടു. ആ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് ഒനിയിൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ മസ്താനിയുടെ സ്ഥാനത്ത് ഒനിയിലും ആയാനെ ഉറപ്പായിട്ടും പറഞ്ഞാനെ. പ്ലേറ്റ് മറിയും. ആൾക്കാർ പ്ലേറ്റ് മറിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു 100 പേരിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ലോകം മുഴുവൻ. ഓക്കെ, അതിൽ സത്യാവസ്ഥ ഉണ്ടോന്നല്ല. 100 പേര് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ സത്യം എന്ന് പറയും. അങ്ങനെയാണ്. അല്ല, സ്വന്തമായിട്ടൊന്നും ചിന്തിക്കില്ല. അതിലെന്തിനു സത്യം, ഞാൻ എന്തിനു വിശ്വസിക്കണം? അവിടെ വീട്ടിലെല്ലാവരും പറയുന്നു അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ല, വീട്ടിലെല്ലാവരും പറയുന്നതുകൊണ്ട് അത് അങ്ങനെയാവണമെന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പോകുന്ന ആളല്ല. അതിനെനിക്ക് പ്രൂഫൊന്നും കണ്ടിട്ടില്ല. ഞാനായിട്ട് കണ്ടിട്ടില്ല, ഞാനായിട്ട് കേട്ടിട്ടില്ല. മീൻസ് കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ അവൻ നെവിൻ നീ പറയുന്നൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം ഞാൻ നെവിന് കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഷാനവാസിന് ഗുഡ് വണ്ടർഫുൾ എന്ന് പറയാനും പറ്റത്തില്ല. അത് ഗെയിമായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോന് കുറേ ഫാൻസ് വന്നിട്ട് പറയാം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ബിഗ് ബോസ് ഫാൻസ് ആണെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി. പർട്ടിക്കുലർ ഫാൻ ബേസ് പിയാസ് ആണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ട. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനത് എൻ്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മീഡിയ ആണത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി അടുത്ത
അടുത്ത ഗസ്റ്റിന് നോക്കാം നമുക്ക് എന്താണ് വരുന്നത്. പുതിയ ഗസ്റ്റ് വരുന്നുണ്ട് നാളെ. അപ്പം അതിൻ്റെ ഇതായിട്ട് വരാം. അതുവരെ ഗുഡ് നൈറ്റ്, ബൈ.